എനിക്കിത് പറയാനൊരു നാണം. 4ാം ക്ലാസ്സുകാരനായ ഞാൻ 4 ഭാഷയിലൊരു നിഘണ്ടു രചിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നാണക്കേട്, ഒരു അപകർഷത പോലെ എനിക്ക് തന്നെ ഉണ്ടായി. അപ്പോൾ ഞാനിത് മറച്ചു വെച്ചു. എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഞാൻ പറഞ്ഞു 4ാം ക്ലാസ്സാണെന്ന്. അയാൾ അപ്പം മുഖമൊന്ന് വാടി. ഞാൻ 4ാം ക്ലാസ്സിൽ നിന്ന് തോറ്റിട്ട് സ്കൂളിൽ നിന്ന് പോയ ഒരാളാണ്. 4ാം ക്ലാസ്സിൽ നിന്ന് തോറ്റിട്ട് സ്കൂളിൽ പോയ ആളാണ്. നേരെ പോയത് ബീഡി കമ്പനിയിലേക്കാണ് എൻ്റെ 9ാമത്തെ വയസ്സിൽ. പക്ഷേ ബീഡി കമ്പനിയിൽ പോയപ്പോൾ അന്നത്തെ ബീഡി കമ്പനിയിലുണ്ടായിരുന്ന ഒരു സാഹചര്യം, ധാരാളം വായിക്കുകയും പുസ്തകങ്ങളും പത്രങ്ങളും വായിക്കുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അന്ന് ബീഡി കമ്പനികളിൽ. അപ്പം ബീഡി കമ്പനിയിൽ പോയതിന് ശേഷം അമേരിക്ക എന്താണ്, ജർമ്മനി എന്താണ്, ചൈന എന്താണ് എന്നുള്ള രാജ്യങ്ങളെക്കുറിച്ചും മറ്റുള്ള ഒരു പൊതുബോധം എനിക്കുണ്ടായി. അന്ന് ആ കാലത്ത് എഴുത്തും വായന അറിയാത്ത ആളുകൾ വളരെ കൂടുതലായിരുന്നു. അവരെ എഴുത്തും വായനയും പഠിപ്പിക്കാൻ ഞങ്ങൾ നൈറ്റ് ക്ലാസ് തുടങ്ങി. ആ നൈറ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ളൊരു അവസരം, ഞാനൊരു അധ്യാപകനോ വലിയൊരു വിദ്യാഭ്യാസ സമ്പന്നനല്ല എങ്കിലും എനിക്ക് എഴുത്തും വായന അറിയാത്തവരെ പഠിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടി. അതെനിക്ക് മലയാള ഭാഷയെക്കുറിച്ച് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കി. അതിന് പുറമെ സാക്ഷരതാ പ്രവർത്തനത്തിലും ഞാൻ മാസ്റ്റർ ട്രെയിനായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഞാൻ അന്ന് പഠിപ്പിച്ചത് ഈ പാട്ട പെറുക്കുന്ന ഈ ആക്രി സാധനങ്ങൾ പെറുക്കി വിറ്റ് ജീവിക്കുന്ന കുറേ ആളുകളെയാണ് എനിക്ക് പഠിപ്പിക്കേണ്ടി വന്നത്. അതിൽ തമിഴരും തെലുങ്കരും കർണാടകക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നേക്കാളും പ്രായമുള്ളവരാണ് ഞാൻ പഠിപ്പിച്ചത്. അവരെന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു, മലയാള ലിപി വ്യവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. അതിൽ ഒരു കുട്ടി എന്നോട്, ഷെൽവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി, ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, +2 പാസ്സായ കുട്ടിയാണ് തമിഴിൽ. പക്ഷെ ആ കുട്ടി ഒരു ദിവസം എന്നോട് പറഞ്ഞു, മാഷേ മലയാളം പഠിക്കുന്നത് ரொம்ப കഷ്ടമെന്ന്. അതേപോലെ തന്നെ ഒരു തെലുങ്കത്തി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ മലയാളം പഠിക്കുന്നത് വലിയ പ്രയാസമാണെന്ന്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പം ലിപി വ്യവസ്ഥയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ പഠനം, ഇപ്പോഴും ഞാൻ പറയുന്നത് ലിപി വ്യവസ്ഥയിൽ മാറ്റം വേണമെന്നാണ്. ഞാനത് പിന്നെ മാതൃഭൂമിയിലും മാധ്യമത്തിലും ഞാനത് എഴുതിയിട്ടുണ്ട്. ചെറിയൊരു മാറ്റം വന്നാൽ പഠിക്കാനും പഠിപ്പിക്കാനും എളുപ്പമാകും. അങ്ങനെയുള്ള ശ്രമത്തിൽ നിന്നാണ് അവസാനം നിഘണ്ടുവിലേക്ക് എത്തുന്നത്. ഞാൻ ഈ പ്രയാസപ്പെട്ടിട്ട് ഈ ഭാഷകളൊക്കെ തമിഴ്നാട്ടിൽ പോയി, ആന്ധ്രയിൽ പോയി പഠിച്ചു, കർണാടകത്തിൽ പോയി പഠിച്ചു. പിന്നെ ഇങ്ങനെ പല ആളുകളിൽ നിന്നും പഠിച്ചു. പിന്നെ ചില ആളുകൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു, നിങ്ങളുടെ ഇതൊരു ഡിക്ഷണറി ആയിട്ട് എഴുതണമെന്ന്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 25 കൊല്ലത്തെ പ്രയത്നം. ഞാൻ ഈ ഡിക്ഷണറിയുടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ പിന്നെ വെളിയിലൊന്നും പോകാറില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പല ആളുകളും ചോദിക്കൂ, ശ്രീധരേട്ടൻ നിങ്ങളെന്താ ഇപ്പോൾ വെളിയിലൊന്നും കാണാത്തതെന്ന്. അപ്പം എനിക്കിത് പറയാനൊരു നാണം. 4ാം ക്ലാസ്സുകാരനായ ഞാൻ 4 ഭാഷയിലൊരു നിഘണ്ടു രചിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നാണക്കേട്, ഒരു അപകർഷത പോലെ എനിക്ക് തന്നെ ഉണ്ടായി. അപ്പോൾ ഞാനിത് മറച്ചു വെച്ചു. അവസാനം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ തുറന്നു പറഞ്ഞോളൂ ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നിങ്ങളെ ശ്രമം ഒരു കാര്യമില്ല, കാരണം ഇത് PhD-ക്കാരും കോളേജ് പ്രൊഫസർമാരും ചെയ്യേണ്ട ഒരു വർക്കാണ്, നിങ്ങളിത് ചെയ്താൽ ആരും പരിഗണിക്കപ്പെടില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു വിഷമം തോന്നി. ഒരാഴ്ച ഞാൻ അവിടെ നിർത്തിവെച്ചു. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം. ഈ 3 സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യണം, താമസിക്കണം, ഈ 3 ഭാഷയിലുള്ള ആനുകാലികങ്ങൾ വാങ്ങണം. അപ്പം സാമ്പത്തികമായിട്ടുള്ള വലിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാനിങ്ങനെ പോയി. അവസാനം ഒരു വായനശാലക്കാർ എനിക്ക് കുറച്ചൊരു സാമ്പത്തിക സഹായം ചെയ്തു തന്നു. ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് കുറച്ച് പൈസ തന്നു. പക്ഷേ എന്നിട്ടും ഇങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഇത് അവസാനം പൂർത്തിയായല്ലോ. പൂർത്തിയായി. ഇത് പ്രസിദ്ധീകരിക്കണ്ടേ. ഞാൻ നിങ്ങളോട് പേര് പറയുന്നില്ല, കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണ കേന്ദ്രത്തിന് സമീപിച്ചു. അപ്പോൾ അവർ അതിൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് അവരുടെ വാങ്ങി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, കോഴിക്കോട് ഞങ്ങളുടെ പിന്നെ പവലിയനുണ്ട്, നിങ്ങൾ അവിടെ വരണമെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ മുതലാളി എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഞാൻ പറഞ്ഞു 4ാം ക്ലാസ്സാണെന്ന്. അയാൾ അപ്പം മുഖമൊന്ന് വാടി. കുറച്ച് കഴിഞ്ഞപ്പം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള കുറച്ച് വിഷമമുണ്ടെന്ന് പറഞ്ഞപ്പോൾ, അപ്പം 4ാം ക്ലാസ് ആയതുകൊണ്ട് പ്രസിദ്ധീകരിക്കാനുള്ളത് വിഷമമൊന്നും ശരിയല്ല. അങ്ങനെ ഇത് ഞാൻ അവസാനം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തു.
ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ സ്ക്രിപ്റ്റ് ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് ശാഖയിൽ ഞാൻ എത്തിച്ചു. അപ്പോൾ അതിൻ്റെ റിസപ്ഷനിൽ ഒരു പെൺകുട്ടിയുണ്ട്. കുട്ടി ഇതെല്ലാം ഒന്ന് വാങ്ങി നോക്കിയിട്ട് എന്നെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇതുപോലത്തെ ഒരു സാധനം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾ എങ്ങനെ ഇത് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ. അവസാനം കുട്ടി എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? എല്ലാവർക്കും ചോദ്യം ക്വാളിഫിക്കേഷനാണ്. ഞാൻ പറഞ്ഞു 4ാം ക്ലാസ്സാണ്. അപ്പോൾ കുട്ടിയുടെ മുഖം ഒന്ന് കറുത്തു, ഒന്ന് വാടി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു സെലക്ഷൻ സമിതിയുണ്ട്, ആ സമിതിയിലേക്ക് ഈ സാധനം ചെല്ലണമെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഒരു വാല് വേണം, ഒന്നിക്കൽ MAയോ അല്ലെങ്കിൽ PhDയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പോവുള്ളൂ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണല്ലോ. അപ്പം പിന്നെ ഞാൻ അവിടെ എന്നോട് തളർന്ന് അവിടെ ഇരുന്ന് പോയി, വെച്ചിന്മേൽ ഇരുന്ന് പോയി. ഞാൻ 10-25 കൊല്ലം ചെയ്തൊരു വർക്ക് ഇങ്ങനെയുള്ളൊരു മറുപടി കേട്ടപ്പോൾ അവസാനം ഞാൻ അതിൻ്റെ ഡയറക്ടറെ വിളിച്ചു പിറ്റേത്തെ ആഴ്ച. അന്ന് PK പോക്കറായിരുന്നു ഡയറക്ടർ. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം നേരിട്ട് വന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ നേരിട്ട് പോയി സംസാരിച്ചപ്പം അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും ശങ്കിക്കേണ്ട, PhD-കാരൻ്റെ സാധനം പോലും ഞങ്ങൾ ഇവിടെ ചവറ്റ് കൊട്ടിയിലിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കണ്ടൻസാണ് പ്രശ്നം. നിങ്ങൾ ഉള്ളടക്കം എന്താണ് പ്രസിദ്ധീകരിക്കുമെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും, നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 11 മാസം എടുത്തു ഇത് പരിശോധിക്കാൻ. 11 മാസം എടുത്ത് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു പ്രസിദ്ധീകരിക്കാം, പക്ഷെ 4 ഒന്നിച്ച് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല, ആദ്യം മലയാളം തമിഴ് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എന്നുള്ള നിലക്കാണ്, എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നാട്ടിൽ തിരിച്ചു വന്നപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, ശ്രീധരേട്ടാ നിങ്ങൾ 10-25 കൊല്ലം പ്രയത്നിച്ചതല്ലേ, അതുകൊണ്ട് തമിഴ് മലയാളമാണെങ്കിൽ അത് പ്രസിദ്ധീകരിക്കട്ടെ. മാത്രമല്ല ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കൃതി പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ക്രെഡിറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ സമ്മതിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2012 ഞാൻ സമ്മതിച്ചിട്ട് ആദ്യം മലയാളം തമിഴ് ഡിക്ഷണറി പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ കേസും എനിക്കടക്കം തന്നിരുന്നു. ഒരു പേപ്പേഴ്സ് ബാക്കി വെച്ചിട്ടില്ല. പിന്നീട് ഇത് അവിടെ മൂലക്കായി ഞാൻ അന്ന് വീണ്ടും ഞാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എഴുതിയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സ്ക്രിപ്റ്റ് എത്തിക്കുന്നു പറഞ്ഞു. ഞാനാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തു. ഒരു വിവരവുമില്ല, കൊല്ലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഒരു വിവരമില്ല. അവസാനം അന്ന് തമ്പാം സാറായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെ കയ്യെഴുത്ത് പോലും കാണാനില്ല, നിങ്ങൾ എന്തെന്നാ പറയുന്നത്, 25 കൊല്ലം ഞാൻ തപസ് ചെയ്ത് 10,000-കണക്കിന് ഉറുപ്പിക ചെലവ് ചെയ്തൊരു സാധനം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കയ്യെഴുത്ത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ തളർന്നുപോയി ഞാനാകാം. അവസാനം അയാൾ എന്നോട് പറഞ്ഞു, അയാൾ നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളൊരു പരാതി എഴുതി അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പരാതി അയച്ചു. അന്നത്തെ KC ജോസഫ് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തു. എൻ്റെ നിയോജകമണ്ഡലത്തിലെ MLA കോടിയേരി ബാലകൃഷ്ണന് പരാതി കൊടുത്തു. എന്നിട്ടൊന്നും ഒരു പ്രയോജനമില്ല. അവസാനം ഞാൻ അഡ്വക്കേറ്റ് KK രമേശ് മുഖേന സമീപിച്ചു. അദ്ദേഹം മുഖേന വക്കീൽ നോട്ടീസ് അയച്ചത്. അപ്പം നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിയമപരമായ പ്രശ്നം, ഞാൻ അവിടെ കൊടുത്തതിന് ഒരു തെളിവുമില്ല. കാരണം ഞാൻ ഒരു തെളിവ് എൻ്റെ അടുത്തില്ല, കൊടുത്തതിനുള്ള തെളിവ്. അപ്പോൾ വക്കീൽ എന്നോട് പറഞ്ഞു, നിങ്ങളവിടെ കൊടുത്തു എന്നുള്ളതിന് തെളിവ് വേണം, എങ്കിലേ നമുക്കിത് കോടതിയിൽ നിയമപരമായി നേരിടാൻ കഴിയുള്ളൂ. അവസാനം വക്കീൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണിൽ ഡയറക്ടറുമായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോണിൽ സംസാരിച്ചപ്പം അയാൾ സമ്മതിച്ചു, ഞാൻ പഴുതിയിട്ട് എത്തിച്ചേരാമെന്ന് പറഞ്ഞപ്പോൾ റെക്കോർഡായി. അതിന് ശേഷം വക്കീൽ നോട്ടീസ് അയച്ചു. വക്കീൽ നോട്ടീസ് അയച്ചതിന് ശേഷം സാധനം തിരിച്ചു തന്നു. പിന്നെ ഞാൻ അവരടുത്ത് പോയിട്ടില്ല. അങ്ങനെയാണ് ഈ 2020 സീനിയർ സിറ്റിസൺ ഫോറം വീണ്ടും ഇത് പ്രസിദ്ധീകരിക്കുന്നത്. പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിൽ നമ്മുടെ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ജയകുമാർ സാറാണ് അതിൻ്റെ അവതാരിക എഴുതിയത്. അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വീണ്ടും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിത് പ്രസിദ്ധീകരിക്കണം, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു നിധിയാണ്, നിങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചത്. 1,500 രൂപയാണ് അതിൻ്റെ വില. ശരിക്കും പറഞ്ഞാൽ ഒരു 1,800 പേജ് വരും. ഇപ്പോൾ ആ നിഘണ്ടു പിന്നെ കർണാടകത്തിലെ ഗ്രന്ഥപുര എന്ന് പറയുന്ന സ്ഥാപനം ഏറ്റെടുത്തിട്ട് തെലുങ്ക്, കന്നഡ, തമിഴ് ലിപികളിലേക്ക് മാറ്റുന്നുണ്ട്. ഒപ്പം അതിൻ്റെ ഇംഗ്ലീഷ് ടൈറ്റിലോടുകൂടി. അപ്പോൾ ലോകത്തിലെ എല്ലാ ആളുകൾക്കും വായിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവരെനിക്കൊരു സംഖ്യയും തന്നിട്ടുണ്ട്, സംഖ്യ പറയുന്നില്ല.